ഹായ്, എല്ലാവർക്കും റേമായിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ ദൈവം നമ്മളോട് എന്താണ് വ്യക്തിപരമായി സംസാരിക്കുന്നത്, അതിനെയാണ് റേമ എന്ന് പറയുന്നത്. നമുക്ക് ദാവീദ് രാജാവിനെ പോലെ ഓരോ കാര്യത്തിന് മുൻപും നമുക്ക് ദൈവത്തോട് ആരായാം. ദൈവമേ, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി അങ്ങേക്ക് ഇഷ്ടമുള്ളതാണോ? അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ ഞാൻ തുടരണോ? അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാം. അപ്പോൾ ആ സ്വരത്തിനെയാണ് റേമ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ദൈവത്തെ ശ്രവിക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ വചനം കണ്ടെത്തുന്നത് ഈ ബൈബിളിൽ നിന്നാണ്. ഇതൊരു പോക്കറ്റ് എഡിഷൻ ബൈബിളാണ്, ഇംഗ്ലീഷിലാണ് ഉള്ളത്. ഇതിൽ പുതിയ നിയമം മുഴുവനും ഉണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്, സുഭാഷിതങ്ങളുണ്ട്. ഇതെന്നാണ് നമ്മൾ വചനം കണ്ടെത്തുന്നത്. കണ്ടെത്തുന്ന വചനം നമ്മൾ മൊബൈലിലെ POCയുടെ ആപ്ലിക്കേഷൻ ഉണ്ട് ബൈബിളിൻ്റെ, അതും നമ്മൾ വായിക്കുന്നു, പിന്നെ നമ്മൾ ധ്യാനിക്കുന്നു. അപ്പം നമുക്ക് വചനം കണ്ടെത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുരുങ്ങാം. എത്രയും ദയുള്ള മാതാവേ, അമ്മയുടെ ദയയ്ക്ക് ഞങ്ങൾ പാത്രമാകണമേ. ഈശോയിലൂടെ ലോകരക്ഷ എന്ന വലിയ ദൗത്യം അമ്മയും ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈശോയിലൂടെ ഞങ്ങൾക്കും നിത്യരക്ഷയിലേക്ക് എത്താൻ ഞങ്ങളെ അമ്മ കൈപ്പിടിച്ചുയർത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി നിത്യം മാധ്യസ്ഥം വഹിക്കുന്ന ഈശോയെ, പരമപിതാവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ, മാതാവിലൂടെ ഞങ്ങൾ അങ്ങയിലേക്ക് അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ മാധ്യസ്ഥങ്ങളും അങ്ങ് സ്വീകരിച്ച് നിത്യപിതാവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് നിത്യ മാധ്യസ്ഥനായി ഈശോ നിലകൊള്ളണമേ. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് ഒഴുകി വരണമേ. അപ്പം നമുക്ക് വചനം എടുക്കുന്ന വചനം ദൈവം പറയണതാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ഭാഗത്താണ് തുറന്നിരിക്കുന്നത്. ഇന്ന് ആദ്യം കാണുന്ന വചനമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിലെ 23-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. 1 പത്രോസ് 1 പത്രോസ് 1-ാം അധ്യായത്തിലെ 23-ാമത്തെ വാക്യം. ഓക്കെ. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനമായ ദൈവവചനത്തിൽ നിന്ന്. നമ്മൾ വീണ്ടും ജനിച്ചത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. അപ്പോൾ വചനമാണ് നമ്മുടെ ജീവൻ്റെ ആധാരം. അപ്പം നമ്മൾ എന്നും വചനാധിഷ്ഠിതമായ ജീവിതത്തിൽ നമ്മൾ നിലകൊള്ളണം. ഓക്കെ. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു വചനം കൂടി വായിക്കാം. നല്ല വചനങ്ങളാണ്. അതായത് 1 പത്രോസ് 1-ാം അധ്യായത്തിലെ 23-ാമത്തെ വചനമാണ് ഞാൻ ആദ്യം വായിച്ചത്. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനമായ ദൈവവചനത്തിൽ നിന്ന്. അടുത്ത വചനം കൂടി വായിക്കാം. എന്തെന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്, അവരുടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യം. പുൽക്കൊടികൾ വാടിക്കരയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു.